Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ ജനുവരി 8 വെള്ളിയാഴ്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ ജനുവരി 8 വെള്ളിയാഴ്ച നടക്കും. കരിവള്ളൂർ CHCയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുങ്ങുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തെ കെട്ടിടത്തിൽ ഒരുങ്ങുന്ന പരിശോധനാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ആശുപത്രി സേവനങ്ങളെ ബാധിക്കാത്ത നിലയിൽ. പിലാത്തറ ജംഗ്ഷൻ അപകട മേഖലയായി മാറുന്നു. അപകടം നിയന്ത്രിക്കാൻ ട്രാഫിക് സിഗ്നലും ഡിവൈഡറും സ്ഥാപിക്കാമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കാകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിൽ. വീതി കുറഞ്ഞതും കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തം. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡ് നിർമ്മാണം. പ്രവൃത്തിയുടെ ഭാഗമായി മുറിച്ചുമാറ്റിയ കണ്ടൽക്കാടുകൾ പഴയങ്ങാടി മുട്ടുകണ്ടി കോമത്ത് ബണ്ട് തോട് പ്രദേശത്ത് തള്ളിയതായി ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കടൽ കടന്ന് പ്രസിദ്ധി നേടിയ പയ്യന്നൂർ അരിമുറുക്ക് നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവരുടെ ജീവിതം കോവിഡ് പ്രതിസന്ധിയിൽ. സർക്കാർ പുത്തൻ വിപണന സാധ്യതകൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അരിമുറുക്ക് നിർമ്മാണ തൊഴിലാളികൾ. അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയുടെ സമീപത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 4 ദിവസമാകുന്നു. പയ്യന്നൂരിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണന കേന്ദ്രം നിർമ്മിക്കുന്നതിന് സ്ഥലമില്ലെന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു. വിപണന കേന്ദ്രത്തിനായി നിർമ്മിക്കുന്നതിന് അഴിച്ചുമാറ്റാവുന്ന ഷെഡുകൾ. അഗ്രി കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുന്ന സ്ഥലത്ത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ ജനുവരി 8 വെള്ളിയാഴ്ച നടക്കും. യഥാർത്ഥ വാക്സിനേഷൻ പ്രക്രിയയിൽ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് ഡ്രൈ റൺ. ഡ്രൈ റണ്ണിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ നോഡൽ ഓഫീസർമാർ വീതം നേതൃത്വം നൽകും. തെരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകരിലാണ് ഡ്രൈ റൺ നടത്തുക. കുത്തിവയ്പ്പിനുള്ള സ്ഥലം കണ്ടെത്തുക, നോഡൽ ഓഫീസറെ കണ്ടെത്തുക, 5 അംഗങ്ങളടങ്ങിയ വാക്സിനേഷൻ ടീമിനെ ഒരുക്കുക, 25 ഉപഭോക്താക്കളെ കണ്ടെത്തുക, വാക്സിനേഷൻ സ്ഥലം ഒരുക്കുക, ഉപഭോക്താക്കൾക്കുള്ള കാത്തിരിപ്പ് മുറി സജ്ജീകരിക്കുക, വാക്സിനേഷൻ മുറി സജ്ജമാക്കുക, നിരീക്ഷണ മുറി ഒരുക്കുക എന്നിങ്ങനെയുള്ള പ്രക്രിയകളെല്ലാം ഡ്രൈ റൺ സമയത്ത് പരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് പൂർണ്ണ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നാരായണ നായിക് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ CHCയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുങ്ങുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തെ കെട്ടിടത്തിലാണ് സെക്കൻഡ് ലൈൻ പരിശോധനാ കേന്ദ്രം ഒരുങ്ങുന്നത്. ആശുപത്രിയിലുള്ള സേവനങ്ങളെ ബാധിക്കാത്ത നിലയിലാണ് കോവിഡ് ചികിത്സാ സൗകര്യം തയ്യാറാക്കുന്നത്. ജില്ലയുടെ വടക്കേറ്റത്തെ ആശുപത്രിയായ കരിവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുങ്ങുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തെ കെട്ടിടത്തിലാണ് സെക്കൻഡ് ലൈൻ പരിശോധനാ കേന്ദ്രം ഒരുങ്ങുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ ഈ കെട്ടിടം പ്രതിരോധ കുത്തിവയ്പ്പിനു വേണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി 20ഓളം കിടക്കകൾ തയ്യാറാക്കുകയും ശുചീകരണ പ്രവർത്തനവും ഇവിടെ നടത്തിയിരുന്നു. തളിപ്പറമ്പിലാണ് മറ്റൊരു പരിശോധനാ കേന്ദ്രം. അവിടെ പകുതിയോളം രോഗികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കരിവള്ളൂരിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആശുപത്രിയിലുള്ള സേവനങ്ങളെ ബാധിക്കാത്ത നിലയിലാണ് കോവിഡ് ചികിത്സാ സൗകര്യം തയ്യാറാക്കുന്നത്. ആംബുലൻസിനകത്തേക്ക് പ്രവേശിക്കാൻ മുൻവശത്തെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പിലാത്തറ ജംഗ്ഷൻ അപകട കവലയായി മാറുന്നു. ഇവിടെ അപകടങ്ങൾ നടക്കാത്ത ദിവസങ്ങൾ കുറവാണ്. ഒരു ചെറിയ അപകടം നടന്നാൽ പോലും ഇവിടെ ഏറെ നേരം ഗതാഗതം സ്തംഭിക്കുന്നതും നിത്യസംഭവമായി മാറുകയാണ്. ദേശീയപാതയിലേക്ക് പഴയങ്ങാടി മാതമംഗലം ഭാഗങ്ങളിൽ നിന്നുള്ള റോഡ് ചെന്നെത്തുന്ന ഈ ജംഗ്ഷനിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല.
ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ ദേശീയപാതയിലേക്ക് കയറുന്ന തിരക്കും കൂടിയാകുമ്പോൾ ഇവിടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങുമായാണ് ഓടുന്നത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഇവിടെ അപകടം നിത്യസംഭവമാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിവസേന നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഗുഡ്സ് ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടം നടന്നു. ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് പറ്റി. വാഹനത്തിന്റെ മുന്നിലെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ഈ ജംഗ്ഷനിൽ രാത്രികാലങ്ങളിലുള്ള അപകടങ്ങളും തുടർക്കഥയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഇരുചക്രവാഹനങ്ങളിൽ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരും ഏറെയാണ്. അപകടം നിയന്ത്രിക്കാൻ ട്രാഫിക് സിഗ്നലും ഡിവൈഡറും സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം വാക്കുകളിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു. ദേശീയപാതയോരത്തെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് പിലാത്ര. നിത്യവും ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ നടക്കുക പതിവാണ്. പലപ്പോഴും അധികൃതരുടെ, പഞ്ചായത്തിൻ്റെ, പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിൽ ഈ വിഷയം നമ്മൾ പെടുത്തിയിരുന്നതാണ്. ഇതൊരു അപകട മേഖലയാണ്. ഇവിടെ അതിൻ്റേതായ ഒരു സംവിധാനം ഏർപ്പെടുത്തണം. ഡിവൈഡർ വെച്ചുകൊണ്ടോ എങ്ങനെയായാലും ആ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ അപകട മേഖലയെ ഒന്ന് ഒഴിവാക്കി തരണം, അപകടമില്ലാത്ത രീതിയിലാക്കി തരണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടുവെങ്കിലും ഇത്രയും കാലമായിട്ടും അതിന് ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അധികൃതർ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെയധികം ഖേദകരം തന്നെയാണ്. നമുക്കറിയാം, പിലാത്ര ടൗണിൽ ഇതിനു മുന്നേ പല അപകടങ്ങളിൽ രാത്രികാലങ്ങളിലും ഒരുപാട് മരണങ്ങൾ, ഈ അടുത്ത കാലത്ത് പോലും മരണങ്ങൾ നടന്ന ഒരു ടൗണാണിത്. ഇപ്പോഴിത് നമ്മളിത് നേരിട്ട് കണ്ടതാണ് ഈ ഒരു അപകടം കൂടി. ഇത് ഒന്ന് ഈ യാത്രയെ അപകടരഹിതമാക്കി മാറ്റണമെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അറുതിയില്ലാത്ത അപകടക്കവലയായി പിലാത്ര ജംഗ്ഷൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റിയ കണ്ടൽക്കാടുകൾ പഴയങ്ങാടി മുട്ടുകണ്ടി കോമത്തുബണ്ട് തോട് പ്രദേശത്ത് തള്ളിയതായി ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കണ്ടൽക്കാടുകളാൽ സമൃദ്ധമാണ് പഴയങ്ങാടി മുട്ടുകണ്ടി പ്രദേശം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് കണ്ടൽക്കാടുകൾ മുറിച്ചിരുന്നു. റോഡ് വികസനത്തിന്റെ ഭാഗമായതിനാൽ തന്നെ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ മുറിച്ചിട്ട കണ്ടലുകൾ തോടിന്റെ നാശത്തിനും കാരണമാകും. മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണിവിടം. ഇതെല്ലാം നശിപ്പിക്കുന്ന രീതിയിലാണ് കണ്ടൽക്കാടുകൾ തള്ളിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഏഴോം പഞ്ചായത്ത് കോമത്തുബണ്ട് തോട്ടിൽ കൈപ്പാട് കൃഷിയും അതോടൊപ്പം തന്നെ ചെമ്മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നൂറുകണക്കിന് പ്രത്യേകിച്ചും ദളിത് സ്ത്രീകൾ, തദ്ദേശീയരായ സാധാരണ മനുഷ്യർ, അവർ ചെമ്മീൻ തപ്പിപ്പിടിച്ചും കോരുവല ഉപയോഗിച്ചും മത്സ്യബന്ധനം നടത്തുന്ന ഒരു ഇടമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഏഴോം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഴയങ്ങാടി കോമത്തുബണ്ട് ഏഴോമൂല മുട്ടുകണ്ടി തീരദേശ റോഡിൽ അതിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതിനോട് ചേർന്ന് വളർന്നു നിൽക്കുന്ന കണ്ടൽ മരങ്ങൾ മുഴുവൻ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റുകയും ഈ തോടിൽ നിക്ഷേപിച്ച് ആളുകളുടെ ഉപജീവന മാർഗമില്ലാതാക്കി. ഇത് സംബന്ധിച്ച് കോൺട്രാക്ടറുമായും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടമായിട്ട് ഇത് മാറ്റാനോ അല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിലിടം പുനഃസ്ഥാപിക്കാനോ തയ്യാറായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിൽ. വീതി കുറഞ്ഞതും കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാലം മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലമാണ് മാതമംഗലം തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം. അഞ്ചനപ്പുഴ, തുമ്പത്തടം, ചരൽപ്പള്ള തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ എളുപ്പത്തിൽ മാതമംഗലം ബസാറിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിച്ചിരുന്ന പാലമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്നതും ഈ പാലത്തെയാണ്. വീതി കുറഞ്ഞ പാലമായതിനാൽ തന്നെ വലിയ വാഹനങ്ങൾക്ക് ഇതിൽ കൂടി കടക്കാൻ സാധിക്കില്ല. കാലപ്പഴക്കത്താൽ തകർച്ചയിലായിരിക്കുന്ന പാലം മാറ്റി പുതിയ പാലം വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ പാലം ഇതൊന്ന് വലിയ പാലാക്കിയിട്ട് കിട്ടിയാൽ ഇതിലൂടെ ബസ്സും വാഹനങ്ങൾക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമാവട്ടെയിരുന്നു. ഈ കൈവരിയെല്ലാം തകർന്നിട്ട് കുറേ കൊല്ലമായി. അത് നന്നാക്കണമെന്നും പറഞ്ഞിട്ട് അധികാരികൾക്ക് കുറേ പ്രാവശ്യം നിവേദനമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ല. 2 കൊല്ലം മുപ്പട്ടേ വന്നിട്ട് ഒരു അളവെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അതെന്തായി അതിൻ്റെ വിവരമൊന്നും ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലം ഒന്ന് നന്നാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. നിലവിൽ പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റുകൾ ഇളകി തുടങ്ങി. കൈവരികളും തകർന്ന നിലയിലാണ്. പുതിയ പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ശ്രീകൃഷ്ണൻ MLA സ്വീകരിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ദേശീയപാത വികസനത്തെ തുടർന്ന് കെട്ടിടമില്ലാതായ വെള്ളൂർ വില്ലേജ് ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന ഭൂമിയുടെ രേഖ കൈമാറി. പയ്യന്നൂർ MLA C. കൃഷ്ണൻ തളിപ്പറമ്പ് RDO സൈമൺ ഫെർണാണ്ടസിന് ഭൂമിയുടെ രേഖ കൈമാറി.
വിദ്യാഭ്യാസത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായിരുന്നു. വളരെ മാസ്റ്റർ വിദ്യാഭ്യാസം പണിയുന്നതിന് വേണ്ടി പണമാക്കി പോയി ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം സംബന്ധിച്ച് പല ആളുകൾ നടത്തിയിട്ടു സ്ഥലമുണ്ട്, സ്ഥലങ്ങളെ നൽകുന്നു. അപ്പോൾ ഇവിടെ വേറെ പല അഭിപ്രായങ്ങൾ സംബന്ധിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വേണ്ടി വിളിച്ചു കേൾക്കുകയും വെള്ളൂർ ചന്ദൻകുഞ്ഞ് സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ MLA C. കൃഷ്ണൻ തളിപ്പറമ്പ് RDO സൈമൺ ഫെർണാണ്ടസിന് ഭൂമിയുടെ രേഖ കൈമാറി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, RDO സൈമൺ ഫെർണാണ്ടസ്, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും വാർഡ് കൌൺസിലറുമായ E. ഭാസ്കരൻ, ഭൂരേഖ തഹസീൽദാർ അനിൽകുമാർ, B. നാരായണൻ, പയ്യന്നൂർ തഹസീൽദാർ K. ബാലഗോപാലൻ, വെള്ളൂർ വില്ലേജ് ഓഫീസർ KP മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടൽ കടന്ന് പ്രസിദ്ധി നേടിയ പയ്യന്നൂർ അരിമുറുക്ക് നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവരുടെ ജീവിതം കോവിഡ് പ്രതിസന്ധിയിൽ. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ മമ്പലം, തെരു, പടോളി പ്രദേശങ്ങളിൽ കുടിൽ വ്യവസായമായി പരമ്പരാഗതമായി ഉണ്ടാക്കുന്നതാണ് പയ്യന്നൂർ അരിമുറുക്ക്. കോവിഡ് വ്യാപകമായതോടെ ഇവരുടെ വിപണന സാധ്യതകളെല്ലാം അടഞ്ഞതാണ് ഇവരെ വൻ പ്രതിസന്ധിയിലാക്കിയത്. മലയാളികളുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ചായക്കടി ഏതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പയ്യന്നൂരുകാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അരിമുറുക്കാണ്. ഒരുപക്ഷെ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് അരിമുറുക്കിന്റെ സ്ഥാനം. 10 പൈസ വലിപ്പം മുതൽ ദോശ വലിപ്പം വരെയുള്ള അരിമുറുക്കുകളും വിപണിയിൽ ലഭ്യമാണെങ്കിലും രുചിപ്പെരുമയിൽ കേമൻ പയ്യന്നൂർ അരിമുറുക്ക് തന്നെയാണ്. പച്ചരി കഴുകി വെയിൽ തട്ടാതെ തണലിൽ നിശ്ചിത അളവിൽ ഉണക്കിയെടുത്ത് പൊടിക്കും. ഇതിൽ ഉഴുന്ന് വറുത്തു പൊടിച്ചു ചേർത്ത് പരമ്പരാഗത രസക്കൂട്ടുകളും ചേർത്താണ് പയ്യന്നൂർ മുറുക്ക് ഉണ്ടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ഗ്രാമത്തിൽ പഴയ തലമുറ ട്രെയിനുകളിലായിരുന്നു മുറുക്ക് വിറ്റിരുന്നത്. പിന്നീട് ഗ്രാമങ്ങളിലും വിപണി പിടിച്ചു. ഇതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിലേക്കും പയ്യന്നൂർ അരിമുറുക്ക് വ്യാപിച്ചു. വിദേശ രാജ്യങ്ങളിലേക്കും ഇവ കൊണ്ടുപോകാൻ തുടങ്ങി. തലമുറകളായി ഇവർ കണ്ടെത്തിയ വിപണി ലോക്ക്ഡൌണോടെയാണ് നഷ്ടമായത്. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന ഇവർ അസംഘടിത മേഖലയായതുകൊണ്ട് തന്നെ മറ്റു മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നുമില്ല. സർക്കാർ ഇടപെടലിലൂടെ പുത്തൻ വിപണന സാധ്യത കണ്ടെത്തിയാൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് വീണ്ടും അരിമുറുക്ക് വ്യാപാരം പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ തൊഴിലാളികളും. ഈ കോവിഡ് തുടങ്ങിയ കാലം മുതൽ മുറുക്കിൻ്റെ പണി ആകെ പ്രതിസന്ധിയിലായില്ലത്. ഒന്നാമത് ട്രെയിനില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. 5-6 കുടുംബങ്ങൾ ആണ് ഇതിപ്പം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ സർക്കാർ ഇടപെട്ട് നമ്മളെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. കാരണം ഒരു അസംഘടിത മേഖലയാണ്. ക്ഷേമനിധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു മേഖലയായത്. പയ്യന്നൂരിൻ്റെ ഒരു പലഹാരം തന്നെ പറയാൻ വേണമെങ്കിൽ ഈ മുറുക്കിനെ വിദേശത്ത് പോലും നമ്മളെ സാധനം എത്തുന്നുണ്ട്. സർക്കാർ ഇടപെട്ട് ഇതിനൊരു പുതിയ വിപണന സാധ്യത ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മളെ കണക്കത്തെ പാവങ്ങളെ കാര്യം കഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് തുടങ്ങിയത് മുതൽ പണിയെല്ലാം താറുമാറിലാണ് ഉള്ളത്. അതുപോലെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ വിലക്കയറ്റം, അത് മറ്റൊരു പ്രതിസന്ധിയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണയുടെ വിലയെല്ലാം കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുന്നോറും. ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടും ലോക്കൽ ട്രെയിനിന്റെ അഭാവവും സീസൺ ടിക്കറ്റ് ആരംഭിക്കാത്തതുമൊക്കെ അരിമുറുക്കിന്റെ വിപണിയെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പോഴും തൊഴിൽരഹിതരുമാണ്. കടൽ കടന്ന് പ്രസിദ്ധിയാർജിച്ചതാണ് പയ്യന്നൂരിലെ അരിമുറുക്ക് വ്യവസായം. കോവിഡ് പ്രതിസന്ധിയിൽ ഈ മേഖല ആകെ തകർന്നിരിക്കുകയാണ്.
സർക്കാർ ഇടപെട്ട് പുതിയ വിപണന സാധ്യതകൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ തൊഴിലാളികളുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂരിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണന കേന്ദ്രം നിർമ്മിക്കുന്നതിന് സ്ഥലമില്ലെന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നഗരസഭ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുന്ന സ്ഥലത്താണ് വിപണന കേന്ദ്രത്തിനായി അഴിച്ചുമാറ്റാവുന്ന ഷെഡ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അഗ്രി കിയോസ്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. സർക്കാർ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഴിച്ചുമാറ്റാവുന്ന അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ നഗരസഭ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുന്ന സ്ഥലത്ത് കുടുംബശ്രീ പച്ചക്കറി വിപണന കേന്ദ്രത്തിനായി അഴിച്ചുമാറ്റാൻ പറ്റുന്ന ഷെഡ് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2020-21 വർഷത്തെ സാമ്പത്തിക പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് അഗ്രി കിയോസ്കുകൾ സ്ഥാപിക്കുന്നത്. കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ നഗരവാസികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരചന്ത എന്ന പേരിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഗ്രി കിയോസ്കുകൾ സ്ഥാപിക്കുന്നതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 2020-21 വർഷത്തെ സാമ്പത്തിക പാക്കേജിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീക്ക് ലഭ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് അഗ്രി കിയോസ്ക്. നഗരസഭ അതിനു വേണ്ടുന്ന സ്ഥലം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ മുഖാന്തരം ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ നഗരവാസികൾക്ക് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു സ്ഥാപനം നഗരചന്ത എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം എല്ലാ ജില്ലകളിലും സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ അഴിച്ചെടുത്ത് അടുത്ത സ്ഥലത്ത് ഇത്തരത്തിൽ ഷെഡ് പുനഃസ്ഥാപിക്കാൻ കഴിയും. ടൗണിലെ കണ്ണായ സ്ഥലത്ത് 1-2 വർഷം ഇത്തരം കേന്ദ്രങ്ങൾ ഒരുക്കിയാൽ എളുപ്പത്തിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വാങ്ങുന്നതിനുള്ള ടോക്കൺ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെവ്കോ സർക്കാരിന് കത്ത് നൽകി. ടോക്കണില്ലാത്ത പഴയ സംവിധാനത്തിലേക്ക് പോകണമെന്നും ശാരീരിക അകലം പാലിച്ച് വിൽപ്പന നടത്താൻ സൗകര്യമൊരുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണ്. ഭീമമായ നഷ്ടമാണ് ടോക്കൺ ഒഴിവാക്കണമെന്നാവശ്യപ്പെടാൻ ബെവ്കോയെ പ്രേരിപ്പിച്ചത്. ലോക്ക്ഡൌണിന് ശേഷം മദ്യവിൽപ്പന ആരംഭിച്ചത് 2020 മെയ് 28 മുതലാണ്. ബെവ്ക്യൂ ആപ്പ് വഴി ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഷോപ്പുകളിലും ബാറുകളിലും ഒരേ വിലയ്ക്ക് മദ്യം വിൽക്കാൻ സർക്കാർ തീരുമാനിച്ച ശേഷം നഷ്ടക്കണക്ക് മാത്രമാണ് കോർപ്പറേഷന് പറയാനുണ്ടായിരുന്നത്. ബെവ്കോയുടെ 265 ഔട്ട്ലെറ്റുകളിൽ ലോക്ക്ഡൌണിന് മുൻപ് ഒരു ദിവസം ശരാശരി 22 കോടി രൂപ മുതൽ 32 കോടി വരെയുള്ള കച്ചവടമാണ് നടന്നിരുന്നത്. ടോക്കൺ ഏർപ്പെടുത്തിയതോടെ ഇത് പകുതിയായി കുറയുകയും ചെയ്തു. കൺസ്യൂമർ ഫെഡിന്റെ പ്രതിദിന വിൽപ്പന ശരാശരി 6 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ശരാശരി 2.5 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. പ്രീമിയം കൗണ്ടറിലൂടെ 800-ഉം സാധാരണ കൗണ്ടറിലൂടെ 600-ഉം ടോക്കണാണ് ബെവ്ക്യൂ ആപ്പിലൂടെ നൽകുന്നത്. സാധാരണ ദിവസം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ടോക്കൺ ബുക്ക് ചെയ്യപ്പെടാറുണ്ട്. ക്രിസ്മസ് മുതൽ പുതുവത്സര തലേന്ന് വരെ പ്രതിദിന ബുക്കിംഗ് 22.5 ലക്ഷം ടോക്കണായി ഉയർന്നെങ്കിലും പിന്നീട് വിൽപ്പന കുറഞ്ഞിരുന്നു. ബാറുകളിലെ ടോക്കൺ സമ്പ്രദായം അവസാനിപ്പിച്ച് പഴയ രീതിയിലേക്ക് മടങ്ങിയതും ബെവ്കോയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേന്ദ്ര ഭരണസിരാ കേന്ദ്രത്തിൽ 1.5 മാസത്തോളമായി നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി കർഷക തൊഴിലാളികൾ രാമന്തളി പുന്നക്കടവിൽ അനുഭാവ സത്യഗ്രഹം നടത്തി. KSKTU രാമന്തളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം ജില്ലാ സെക്രട്ടറി V. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ നടക്കുന്നത് അധികാര ദുർവിനിയോഗത്തിനും കർഷകദ്രോഹത്തിനുമെതിരെ നടക്കുന്ന ജീവൻ മരണ പോരാട്ടമാണെന്നും ഇതിന് പിന്തുണ നൽകേണ്ടത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണെന്നും KSKTU രാമന്തളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി V. നാരായണൻ പറഞ്ഞു. നിയമത്തിന്റെ എല്ലാം പുറത്ത് എഴുതി വെച്ചുകൊണ്ടുള്ള വഞ്ചനാപരമായ നിയമമാണ് ഈ നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയെടുത്തിട്ടുള്ളത്. ഇത് തിരിച്ചറിയുന്ന ജനങ്ങളാണ്. ഈ നിയമം ഞങ്ങളെ സംരക്ഷിക്കാനാണെന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഈ നിയമത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങളെ സംരക്ഷിക്കാനല്ല സംഹരിക്കാനാണ് എന്ന നിലയിലാണ്. PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോവിന്ദൻ, MV ഗോവിന്ദൻ, K. വിജയൻ, KPV ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയുടെ സമീപത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 4 ദിവസത്തോളമായി.
ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയുടെ സമീപത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 4 ദിവസമാകുന്നു. പരിസരവാസികൾ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നാണ് ഈ പാഴാകുന്ന വെള്ളം തെളിയിക്കുന്നത്. എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് നന്നാക്കി ജലനഷ്ടം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരിവള്ളൂരിൽ ബീഡി തൊഴിലാളികൾ ധർണ നടത്തി. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി യൂണിയൻ CITU കരിവള്ളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർഷക സമരത്തോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം നടന്നു. രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകരെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിന് എത്ര കാലം മുന്നോട്ടു പോകുവാനാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV കുഞ്ഞപ്പൻ പറഞ്ഞു. കൃഷിക്കാർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് അത് സംഭരിച്ച് FI ഗോഡൗണുകൾ സ്റ്റോക്ക് ചെയ്ത് റേഷൻ ഷോപ്പ് മുഖേന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന ഒരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളത്തിന് മേലെ കൃഷിക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ഏർപ്പെടുത്തിയിരുന്നു. ഒരുപാട് സഹായങ്ങൾ ഒരു ഘട്ടത്തിൽ കൃഷിക്കാർക്ക് നൽകി വന്നിട്ടുണ്ട്. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KV നാരായണൻ, AV സുകുമാരൻ, M രാഗിണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചീമേനി ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSKNTC. സമരത്തിന്റെ 45ാം ദിവസമാണ് പിന്തുണയുമായി KSKNTC എത്തിയത്. ചീമേനി പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ നടക്കുന്ന ചുമട്ടുതൊഴിലാളികളുടെ സമരം 45 ദിവസങ്ങൾ പിന്നിട്ടു. 45ാം ദിവസം കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സമരം നടത്തുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തി. കനത്ത മഴയെ വകവെക്കാതെയാണ് ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രസിഡന്റ് KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ പോരാട്ടങ്ങൾക്കും കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ P രാമകൃഷ്ണൻ അധ്യക്ഷനായി. TV കുഞ്ഞിരാമൻ, P ബാലകൃഷ്ണൻ, T ചന്ദ്രശേഖരൻ, TP ദിനേശ്, P ദാമോദരൻ, A ജയരാമൻ, രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ജീവകാരുണ്യ പ്രവർത്തനത്തിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും മാതൃകയായ മാതമംഗലം കൂട്ടായ്മ ജൈവ ചീരകൃഷി വിളവെടുത്തു. എരമംകുറ്റൂർ 16ാം വാർഡ് മെമ്പർ KV രവീന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് വെള്ളരി, വെണ്ട, വഴുതിന, കരനെൽകൃഷി എന്നിവയും മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. 2 വർഷങ്ങളായി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്ത് ഇവർക്ക് മികച്ച വിളവ് കിട്ടിയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം ചേർത്ത് രോഗികൾക്കും നിർധന കുടുംബങ്ങൾക്കും കൈത്താങ്ങാകുകയും വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ എത്തിക്കുകയും ചെയ്യുന്നു. നിലവിൽ 7 വിദ്യാർത്ഥികൾ അടങ്ങുന്ന നിർധന കുടുംബാംഗങ്ങളെ പ്രതിമാസം ധനസഹായം നൽകി ഇവർ പിന്തുണയ്ക്കുന്നുമുണ്ട്. കൂടുതൽ പേർ സഹായങ്ങൾ അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്ത് പണം കണ്ടെത്താൻ ഇവർ തയ്യാറായത്. ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഉദാരമതികളായ നിരവധി പേരും ഇവരെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഹരിത രമേശൻ, KV മനീഷ്, CV അഭിലാഷ്, വിജേഷ് മണത്തണ, K സരിൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാതിലിലെ VM ഗോവിന്ദൻ നമ്പീശൻ. കോഴി, മുയൽ, മീൻ എന്നുവേണ്ട സകലതും ഗോവിന്ദൻ നമ്പീശന്റെ വീട്ടുവളപ്പിലുണ്ട്. സമ്മിശ്ര കൃഷിയിൽ വിജയം കൊയ്ത് ഏവർക്കും മാതൃകയാവുകയാണ് ഗോവിന്ദൻ നമ്പീശൻ. കൃഷി ചെയ്യുക എന്ന് പറയാൻ എളുപ്പമാണ്, ചെയ്തു നോക്കാനാണ് ബുദ്ധിമുട്ട്. ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല, അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. അതായത് കൃഷിയെ സ്നേഹിക്കുന്നവർക്കേ കൃഷി ചെയ്യാൻ കഴിയൂ. മാത്തിലെ ഗോവിന്ദൻ നമ്പീശൻ ഇത്തരത്തിലൊരാളാണ്. ഇദ്ദേഹം പടുതാക്കുളമുണ്ടാക്കി മീൻ കൃഷി ചെയ്യുന്നു. പലയിനം കോഴികളെ വളർത്തുന്നു. മുട്ടക്കോഴികളെയാണ് വളർത്തുന്നത്. കൂടാതെ തേനീച്ച കൃഷിയുമുണ്ട്. തേനെടുക്കുകയും ഈച്ചകളെ പരിപാലിക്കുകയും അത്ര എളുപ്പമല്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ലാഭകരമായ ഒന്നാണിതെന്നും ഗോവിന്ദൻ നമ്പീശൻ പറയുന്നു. ഞാൻ ആദ്യം അവിടെ എൻ്റെ നാട് പോത്താങ്കണ്ടത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസം ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 1980 ഞാൻ എയർ ഇന്ത്യയിൽ സർവീസായിട്ട് ബോംബെയിൽ ജോലിയായിരുന്നു. എയർ ഇന്ത്യയിലായിരുന്നു 15 വർഷത്തോളം. 94 അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കാർഷിക മേഖലയിലേക്ക് വന്ന ആളാണ്.
അതിനുശേഷം ഒന്ന് ഞാൻ പശു വളർത്തലായിരുന്നു കുറച്ചു കാലം. പശു ഇലക്ട്രിക്കൽ ലൈനിലും ഡിപ്ലോമ ആയിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ഇലക്ട്രിക്കൽ ലൈനിലും പിന്നെ ഇവിടെ ഫാമായിട്ട് പശുവിനെ വളർത്തിയിരുന്നു. പിന്നീട് ഇപ്പം കഴിഞ്ഞ 4 വർഷമായിട്ടാണ് തേനീച്ചയും അനുബന്ധ കൃഷികളായിട്ട് മാറിയത്. വരുമാന മാർഗ്ഗമാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. മറ്റ് വലിയൊരു വ്യാവസായികമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കൃഷിയാണെങ്കിൽ മാത്രമേ അത് വ്യാവസായികമായിട്ടാകും. പക്ഷേ വളരെയധികം പിന്നെ പ്രശ്നങ്ങളുള്ളത് തന്നെയാണ്. ഇവർ പറയുന്ന തരത്തിലുള്ള ലാഭകരമാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നല്ലൊരു കൃഷിക്കാരനാണ് ഗോവിന്ദൻ നമ്പീശനെന്ന് കൃഷി ഓഫീസറും സാക്ഷ്യപ്പെടുത്തുന്നു. നമസ്കാരം, ഞാൻ കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവനിലെ കൃഷി ഓഫീസർ സുഷ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ VM ഗോവിന്ദൻ നമ്പീശൻ എന്നവരുടെ ജൈവഗൃഹത്തിലാണ്. ജൈവഗൃഹം എന്ന് പറയുമ്പോൾ അത് ഇത്തവണ 2020-21 വർഷത്തെ ഒരു പ്രത്യേക പദ്ധതിയാണ്. സുഭിക്ഷ കേരളം, അതുപോലെ തന്നെ റീബിൽഡ് ഇനീഷ്യേറ്റീവ് കേരള എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എല്ലാ വീടുകളും, അതായത് ഓരോ വീടുകളും ജൈവഗൃഹം ആക്കി മാറ്റുക. അതായത് എല്ലാ ഘടകങ്ങളുമുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഏക്കറോളം സ്ഥലമുള്ള ഒരു കർഷകനാണ് ശ്രീ ഗോവിന്ദൻ നമ്പീശൻ. അപ്പോൾ ഈ 1 ഏക്കർ സ്ഥലത്ത് എല്ലാത്തരം കൃഷികൾ, സംയോജിത കൃഷി രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. നെൽകൃഷിയോടൊപ്പം തന്നെ വയലിൽ 50 സെൻറ്റോളം നെൽകൃഷി ചെയ്യുന്നു. 50 സെൻറ്റോളമുള്ള കരഭൂമിയിൽ എല്ലാ വിളകളും സംയോജിതമായിട്ട് നാണ്യവിളകളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നു. ഒപ്പം തന്നെ കൃഷിയുടെ മറ്റ് ഘടകങ്ങളായ തേനീച്ച, കോഴിക്കൃഷി, മുയൽ വളർത്തൽ, എല്ലാ ഘടകങ്ങളും ഈ ഒരു പറമ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വർഷം പുതിയതായിട്ട് മത്സ്യകൃഷിയും കൂടി ഈ കർഷകൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്ലോട്ടാണ് ശ്രീ ഗോവിന്ദൻ നമ്പീശൻ പരിപാലിച്ചു പോരുന്നത്. ഏതായാലും സമ്മിശ്ര കൃഷി ചെയ്ത് വിജയിച്ച് മാതൃക തീർക്കുകയാണ് ഗോവിന്ദൻ നമ്പീശൻ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. CPM-ന്റെ ആഭിമുഖ്യത്തിൽ പാവൂർ കണ്ണന്റെ 17ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പരവന്തട്ടയിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അദാനിക്ക് വേണ്ടിയിട്ട്, അംബാനിക്ക് വേണ്ടിയിട്ട്, മൊൺസാൻഡോ കമ്പനിക്കാരന് വേണ്ടിയിട്ട്, ഇൻഡോ അമേരിക്കൻ കമ്പനിക്കാരന് വേണ്ടിയിട്ട്, ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ കാർഷിക മേഖല തുറന്നിട്ട് കൊടുക്കുന്ന ഈ നിർണായ സാഹചര്യത്തിൽ മുനയൻകുന്ന് സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായിരുന്ന പാവൂർ കണ്ണന്റെ 17ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പരവന്തട്ടയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ M കരുണാകരൻ അധ്യക്ഷനായി. പാവൂർ കുഞ്ഞിരാമൻ, KV ലളിത, P ഗംഗാധരൻ, AV കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. പാവൂർ കണ്ണന്റെ മകൾ KV കാർത്തിയായനി IRPCക്ക് നൽകിയ ധനസഹായം ചടങ്ങിൽ വെച്ച് TI മധുസൂദനൻ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ UA ഖാദർ അനുസ്മരണം സംഘടിപ്പിച്ചു. നിരൂപകൻ EP രാജഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒറ്റപ്പെടൽ, അന്യവൽക്കരണം, ഇതൊക്കെ ഒറ്റയാവുക എന്നത് ഫാഷനായിട്ട് കൂടി വലിയ പൈസയും പദവിയുള്ള ആൾക്കാർ പോലും അങ്ങനെ ചെറുപ്പക്കാരെ ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് മുമ്പ് ഒക്കെ ഈ ഒറ്റയാളുള്ള കാര്യത്തെ ഓമനിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഒറ്റയാവുക, എനിക്ക് ലോകം മനസ്സിലാവുകയില്ല, ഞാൻ മാത്രമാണ്, എനിക്ക് പ്രാപക്കാർക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ചരിത്രക്കാർക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് വഴികളും കടലും നക്ഷത്രങ്ങളും ഒന്നും എന്നോട് സംവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന നായകന്മാർ മലയാള നോവലിലും മറ്റുണ്ടായിരുന്നു. വിമോചനപരമായ തദ്ദേശീയതയുടെ വക്താവും പ്രയോക്താവുമായിരുന്നു UA ഖാദർ എന്ന് പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ UA ഖാദർ അനുസ്മരണം നടത്തി പറഞ്ഞു. PK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം, KV പ്രശാന്ത് കുമാർ, R മുരളീധരൻ, K സതീശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പാഠശാല സംഘടിപ്പിച്ചു. കേന്ദ്ര കാർഷിക നിയമവും ഇന്ത്യൻ കർഷകനും എന്ന വിഷയത്തിൽ CKP പത്മനാഭൻ പ്രഭാഷണം നടത്തി. ഈ അവസാനത്തിന് 400 രൂപ വരെയുള്ള ഇതാണ് മൂല്യവർദ്ധന ഉൽപ്പന്നത്തിന്റെ അവസാന വില, ഭാഗത്തിന്റെ വില. അതിൽ വാങ്ങുമ്പോൾ അവസാനത്തെ വില. KV ബിജിലി ടീച്ചർ, സുഗതകുമാരി ടീച്ചർ അനുസ്മരണവും സന്തോഷ് കാങ്കോൽ, കവി അനിൽ പനച്ചൂരാൻ അനുസ്മരണവും കവിതകൾ ചൊല്ലി നിർവഹിച്ചു. P രവീന്ദ്രൻ, VV ഭാസ്കരൻ, K പങ്കജാക്ഷൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കർഷക സമരസഹായ ഫണ്ട് P ശശിധരൻ ഏറ്റുവാങ്ങി. V ഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് IC ശ്രീകുമാർ സ്വാഗതവും M രാജേഷ് നന്ദിയും പറഞ്ഞു.
നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് റോട്ടറി ക്ലബ്ബ് തെർമൽ സ്കാനർ നൽകി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എം രാജഗോപാലൻ നായരിൽ നിന്നും സ്കൂൾ മുഖ്യാധ്യാപകൻ എം രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. കുട്ടികൾ വന്ന് അവരുടെ അധ്യാപകരെ കണ്ട് കഴിഞ്ഞ ഓൺലൈൻ പഠന കാലത്ത് അവർ നേടിയിട്ടുള്ള പഠന നേട്ടങ്ങളും അതുപോലെ അതിൽ നിന്ന് കിട്ടാതെ പോയ പഠന നേട്ടങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പുറവങ്കര, ഡോക്ടർ കെ ശ്രീകുമാർ, കെ വി ഗംഗാധരൻ, സി എച്ച് അബ്ദുൾ റഹീം, സി ഷൌക്കത്ത് അലി, AGC ഹംലാദ്, കെ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയം ഏഴോം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മാടായി ബാങ്ക് പ്രസിഡന്റ് PP ദാമോദരൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ NSS കരയോഗം പ്രസിഡന്റായിരുന്ന ഡോക്ടർ മോഹൻ രാംദാസിന്റെ നിര്യാണത്തിൽ കരയോഗം അനുശോചിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന അനുശോചന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിന് ഏറെ ദുഃഖമുണ്ടാക്കുന്ന നല്ലതാണ്. ഡോക്ടർ മോഹൻ രാമദാസ് ഒരു ജനകീയ ഡോക്ടർ എന്ന നിലയിലാണ് ഞാനൊക്കെ നോക്കിക്കണ്ടത്. പലരും പണത്തിന് വേണ്ടി ചികിത്സ നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തനായി. ഗാന്ധി പാർക്കിൽ നടന്ന ഡോക്ടർ മോഹൻ രാംദാസ് അനുസ്മരണ യോഗത്തിൽ NV അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, ഡോക്ടർ പ്രേമവല്ലി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M രാമകൃഷ്ണൻ, B സജിത് ലാൽ, പുത്തലത്ത് കുമാരൻ, ശ്രീജേഷ്, ഡോക്ടർ VC രവീന്ദ്രൻ, PV ഉണ്ണികൃഷ്ണൻ, ജയപ്രകാശ് എരമം, കൃഷ്ണ പൊതുവാൾ, ഡോക്ടർ PC സുജ, PV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയം ഏഴോം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മാടായി ബാങ്ക് പ്രസിഡന്റ് PP ദാമോദരൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ ബലിപീഠത്തിൽ ജീവൻ നൽകിയ ധീരന്മാരെ ഇല്ല നിങ്ങൾ നിരവധി ധീര രക്തസാക്ഷികൾ ജീവൻ ബലിയർപ്പിച്ച് നേടിയ സ്വാതന്ത്ര്യം മറ്റ് ദുഷ്ടശക്തികൾക്ക് അടിയറവ് വെക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിനു തന്നെ മാതൃകയാകുകയാണെന്നും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PP ദാമോദരൻ പറഞ്ഞു. ആയിരക്കണക്കിന് ദേശസ്നേഹികൾ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അങ്ങനെ വികസിപ്പിച്ചെടുത്ത ഒരു നാടിനെ പ്രാകൃതാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ബോധമായ ശ്രമം. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട P ഗോവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TP സരിത, KV ഗ്രീഷ്മ, ഉഷ പ്രവീൺ എന്നിവരെ ആദരിച്ചു. MK രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PV രാമദാസ്, PK വിജയൻ, CK സജീവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. AKPA പഴയങ്ങാടി യൂണിറ്റ് മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ഷിജു KV ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി യൂണിറ്റിലെ സുഹൃത്തുക്കൾ, അതായത് പഴയങ്ങാടി യൂണിറ്റ് ചാർജ് എടുത്തതിന് ശേഷം, അതായത് പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത് രണ്ടാമത്തെ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പഴയങ്ങാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. AKPA പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ശ്യാം വിസ്മയയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ഷിജു KV യൂണിറ്റിന്റെ ന്യൂ ഇയർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മേഖലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. മേഖലാ സെക്രട്ടറി ജയറാം പയ്യന്നൂർ, മേഖലാ ട്രഷറർ പ്രതീഷ് ചുണ്ട, യൂണിറ്റ് ഇൻചാർജ് ഷാജി M പയ്യന്നൂർ, വിദിലേഷ് അനുരാഗ്, അനീഷ് കുമാർ, ബിജു ബട്ടർഫ്ലൈസ്, വത്സൻ M തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായ കണ്ണപുരം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ പുത്തരി തിരുവപ്പന മഹോത്സവം നടന്നു.
മുത്തപ്പന്റെ ആരൂഢ സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണപുരം ശ്രീ മുത്തപ്പൻ മടപ്പുര. ചൊവ്വാഴ്ച വൈകിട്ട് ഊട്ടും വെള്ളാട്ടം, കലുക്കപ്പാട്ട്, ബുധനാഴ്ച പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം എന്നിവ കെട്ടിയാടി. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണപുരം ശ്രീ മുത്തപ്പൻ മടപ്പുര. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് കളിയാട്ടം നടന്നത്. അയ്യങ്കര ഇല്ലത്തുനിന്ന് മലനാട് കാണാനിറങ്ങിയ മുത്തപ്പൻ പടിഞ്ഞാറ് കടൽ ലക്ഷ്യമാക്കി അമ്പെയ്തുവെന്നും അസ്ത്രം പതിച്ച സ്ഥലത്ത് ഒരു സ്ഥാനം വേണമെന്ന് അരുൾ ചെയ്തു. അതാണ് കടലോട് കണ്ണപുരം മടപ്പുര. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ ജനുവരി 8 വെള്ളിയാഴ്ച നടക്കും. കരിവള്ളൂർ CHCയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുങ്ങുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തെ കെട്ടിടത്തിൽ ഒരുങ്ങുന്ന പരിശോധനാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ആശുപത്രി സേവനങ്ങളെ ബാധിക്കാത്ത നിലയിൽ. പിലാത്തറ ജംഗ്ഷൻ അപകട മേഖലയായി മാറുന്നു. അപകടം നിയന്ത്രിക്കാൻ ട്രാഫിക് സിഗ്നലും ഡിവൈഡറും സ്ഥാപിക്കാമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കാകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിൽ. വീതി കുറഞ്ഞതും കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തം. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡ് നിർമ്മാണം. പ്രവൃത്തിയുടെ ഭാഗമായി മുറിച്ചുമാറ്റിയ കണ്ടൽക്കാടുകൾ പഴയങ്ങാടി മുട്ടുകണ്ടി കോമത്ത് ബണ്ട് തോട് പ്രദേശത്ത് തള്ളിയതായി ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കടൽ കടന്ന് പ്രസിദ്ധി നേടിയ പയ്യന്നൂർ അരിമുറുക്ക് നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവരുടെ ജീവിതം കോവിഡ് പ്രതിസന്ധിയിൽ. സർക്കാർ പുത്തൻ വിപണന സാധ്യതകൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അരിമുറുക്ക് നിർമ്മാണ തൊഴിലാളികൾ. അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയുടെ സമീപത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 4 ദിവസമാകുന്നു. പയ്യന്നൂരിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണന കേന്ദ്രം നിർമ്മിക്കുന്നതിന് സ്ഥലമില്ലെന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു. വിപണന കേന്ദ്രത്തിനായി നിർമ്മിക്കുന്നതിന് അഴിച്ചുമാറ്റാവുന്ന ഷെഡുകൾ. അഗ്രി കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുന്ന സ്ഥലത്ത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.